വെൽക്കം ബാക്ക് ടു നെസ്ഫ വ്ളോഗ്സ്. അപ്പം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, മാൾ ഓഫ് ട്രാവൻകൂറിൽ വെച്ചിട്ട് ഞങ്ങളിനി അവിടെ നിന്ന് നേരെ പോകുന്നത് ലുലു മാളിലേക്കാണെന്ന്. സോ അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലുള്ളത്. സോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ചാനൽ മുമ്പോട്ട് പോവുകയുള്ളൂ. സോ ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകരുത് കേട്ടോ. ലൈക്ക് ചെയ്യാനൊന്നും ഒരു പിശുക്ക് ഒരു മടിയും കാണിക്കാതെ അങ്ങ് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ ലുലു മാളിൽ വന്നിട്ട് ഇവിടെ വെസ്റ്റ് സൈഡിലാണ് കേട്ടോ ഫസ്റ്റിൽ തന്നെ കയറിയത്. കാരണം എൻ്റെ മോന് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ വെസ്റ്റ് സൈഡിൽ വന്ന സമയത്ത് അവർ രണ്ടുപേരും കൂടി നിന്നിട്ട് ഫോട്ടോസൊക്കെ തന്നെ ഇവിടെ നിന്ന് എടുത്തു. അപ്പോൾ അവർക്ക് ഇൻസ്റ്റയിൽ സ്റ്റോറിയൊക്കെ ഇടുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് പിക്സൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഉമ്മിക്ക് കാല് വയ്യാത്തത് കൊണ്ട് ഞങ്ങൾ ആ വെസ്റ്റ് സൈഡിൻ്റെ ഫ്രണ്ടിൽ അവിടെ തന്നെ ഇരുത്തിയിട്ട് ഞാനും മക്കളും കൂടിയാണ് കേട്ടോ വെസ്റ്റ് സൈഡിൽ കയറിയത്. ഉമ്മയ്ക്ക് നേരത്തെ തന്നെ കാല് നല്ല രീതിയിൽ വയ്യായിരുന്നു. എന്നിട്ടും ഞങ്ങളോടൊപ്പം വരാനുള്ള ആ ഒരു ആഗ്രഹത്താൽ ഉമ്മ അങ്ങ് കൂടെ നടക്കുന്നതാണ്. മാൾ ഓഫ് ട്രാവൻകൂറിൽ തന്നെ കുറച്ച് നേരം നടന്നപ്പോഴേ കാല് വയ്യെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ ഇവിടെ വന്ന ഉടനെ ഉമ്മയെ അവിടെ ഇരുത്തിയിട്ട് ഞങ്ങൾ കെയർ ചെയ്ത്, കാരണം ഇനിയും നടത്തിച്ചാൽ ശരിയാവില്ല. നേരത്തെ തന്നെ കാല് വയ്യാഞ്ഞിട്ട് ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. ഇപ്പം ഒരു ഇത് ഓക്കെ ആയിട്ട് വരുന്നു. എന്നാലും കാലിന് വേദന ഉണ്ട്. കൂടുതൽ നേരമൊന്നും നടക്കാനൊന്നും പറ്റില്ല. പിന്നെ ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യാനും നടക്കാനും ഒക്കെ ആഗ്രഹത്തിൽ ആളങ്ങ് ഓടിച്ചാടി വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ വെസ്റ്റ് സൈഡിൽ കയറി. ഇവിടെ ഓഫർ നടക്കുന്നുണ്ട്. അതായത് ഒരെണ്ണത്തിന് ഫ്രീ എന്നുള്ള രീതിയിൽ ഓഫർ നടക്കുന്നുണ്ട്. അപ്പം ഇവിടുത്തെ ഒരു കളക്ഷൻസൊക്കെ എന്ന് പറയണത് ഇതൊക്കെയാണ് വെസ്റ്റ് സൈഡിലുള്ളത്. അപ്പം ഞാൻ മോൾക്ക് വേണ്ടിയിട്ടൊന്നും നോക്കിയില്ല. പക്ഷെ മോളുടെ സൈഡിൽ ഞാനിങ്ങനെ വന്നിട്ട് കളക്ഷൻസൊക്കെ നോക്കി. അപ്പോൾ ആ ടൈമിൽ ഞാൻ കണ്ട കുറച്ച് കളക്ഷൻസിൻ്റെ വീഡിയോസാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ മോനാണ് ഡ്രസ്സ് ഇവിടെ നോക്കുന്നത്. അപ്പം അവൻ പറഞ്ഞു ഇവിടെ നല്ല കളക്ഷൻസൊക്കെ ഉണ്ട്, കൊള്ളാം എന്ന് പറഞ്ഞു വെസ്റ്റ് സൈഡിൽ. സോ അപ്പോൾ ഇവിടെ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഓഫറും കൂടി നടക്കുന്നുണ്ട്. അപ്പം അവൻ ഡ്രസ്സൊക്കെ എടുത്തിട്ട് അത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രസ്സിങ് റൂമിലേക്ക് പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ടൈമിൽ ഞാൻ കണ്ട കുറച്ച് ഇതാണ് കാണിക്കുന്നത്. അപ്പോൾ നല്ല വൈറ്റ് ഷർട്ടൊക്കെ കണ്ടു കേട്ടോ. 2000 സംതിങ് ആയിരുന്നു അതിൻ്റെ റേറ്റ് വന്നിട്ട്. ആ വൈറ്റ് ഷർട്ട് കൊള്ളായിരുന്നു, നല്ല മെറ്റീരിയലൊക്കെ ആയിരുന്നേ. ഞാൻ നോക്കിയപ്പം നല്ല അടിപൊളി ഷർട്ട്സൊക്കെ ഹാങ് ചെയ്തിരിക്കുന്നത് കണ്ടു കേട്ടോ. ടീഷർട്ട് ആണെങ്കിലും ശരി, ഷർട്ട്സ് ആണെങ്കിലും ശരി, നല്ല ട്രെൻഡി കളക്ഷൻസൊക്കെ തന്നെ കാണാനായിട്ട് പറ്റി. ഇതൊരു 1000 സംതിങ് വരുന്ന ഒരു ഷർട്ടാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ ഈ ഒരു പാൻറ്റിനൊക്കെ 1000 സംതിങ് ആയിരുന്നു. അപ്പോൾ മോന് ആ ഒരു ഡ്രസ്സൊക്കെ കൊള്ളാവുമെന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോയ സമയത്ത് ഞങ്ങളവിടെ നിന്ന് റീൽസൊക്കെ എടുക്കുകയുണ്ടായി. ഞാനും മോളും പിന്നെ അങ്ങനെയൊക്കെയാണ് കേട്ടോ. നമ്മൾ ബോറടിച്ച് നിൽക്കുമ്പോൾ ഈ പരിപാടിയൊക്കെയാണ് ചെയ്യുന്നത്. കാരണം 2-3 ഷർട്ട്സൊക്കെ എടുത്തിട്ട് അതിട്ട് നോക്കാനായിട്ട് കയറിയതാണ്. അപ്പോൾ എന്തായാലും കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് ഇതൊക്കെയാണ് പരിപാടി. അങ്ങനെ ഞാൻ അവിടെ നിന്ന് എടുക്കുമ്പോഴാണ് ഈ വൈറ്റ് കളർ ഈ ഒരു കോട്ട് കണ്ടത്. പിന്നെ ഇതും കണ്ടു. സംഭവമൊക്കെ കിഡിലായിരുന്നു കേട്ടോ കാണാനായിട്ട്. 1400 സംതിങ് ആയിരുന്നു അതിൻ്റെ റേറ്റ്. പിന്നെ ഞങ്ങൾ അവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു ഇറങ്ങിയപ്പോഴത്തേക്ക് ഇതിങ്ങനെ പോകുന്നത് കണ്ടു. പിന്നെ ഞാനും ഉമ്മയും കൂട്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു. അപ്പോഴും ഉണ്ടല്ലോ ഈ ലുലുവിൻ്റെ വെഡിങ് ഇതിൻ്റെ കളക്ഷൻസ് ഉള്ള ഒരു സ്റ്റോർ ഞങ്ങൾ കണ്ടു കേട്ടോ. അപ്പം അവിടുത്തെ ആ ഒരു വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഇതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല ഉഗ്രൻ കളക്ഷൻസൊക്കെ തന്നെ കണ്ടു. അപ്പോൾ ഇവിടെ കിടന്ന ഒരു ലെഹങ്ക എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ നല്ലതായിട്ട് അതിൻ്റെ വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ ഒരു റെഡ് കളർ ഇത് കാണുന്നതിന്. ഇവിടുത്തെ ഫാൻസി ഐറ്റത്തിന് നല്ല റേറ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ കയറി നോക്കിയിരുന്നു മോൾക്ക് ബാംഗിൾസ് നോക്കാൻ വേണ്ടിയിട്ട്. നല്ല റേറ്റ് ആയിരുന്നു. പിന്നെ വീണ്ടും ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ നോക്കി അങ്ങനെ നടന്നു. അതാണല്ലോ നമ്മൾ ലുലു മാളിൽ വന്നാൽ പ്രത്യേകിച്ച് നമ്മൾ ചെയ്യാറുള്ളത് അല്ലേ. അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കി നടന്നപ്പോൾ നല്ല ലെഹങ്ക കണ്ടോ. റെഡ് ലെഹങ്ക സൂപ്പർബായിരുന്നു. അപ്പോൾ എൻ്റെ മോളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, റെഡ് കളർ ലെഹങ്കയ്ക്ക് ഒരു പ്രത്യേക ഭംഗിയല്ലേ അമ്മാനം. പിന്നെ ഞങ്ങൾക്ക് വിശന്നിട്ട് നേരെ ഫുഡ് കോർട്ടിൽ വന്നു. ഇവിടെ KFC സെക്ഷനിൽ വന്നിട്ട് എനിക്കും ഉമ്മയ്ക്കും ഫ്രഞ്ച് ഫ്രൈസ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് ഓർഡർ ചെയ്യാനാണ് രണ്ടുപേരും അവിടെ നിൽക്കുന്നത്. അത് വാങ്ങിച്ചിട്ട് ഞങ്ങൾ പിന്നെ ഇവിടുന്ന് എഴുന്നേറ്റു. കാരണം എൻ്റെ മോൾക്ക് വേഫിൾസ് വേണമെന്ന് പറഞ്ഞു. അപ്പം അത് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് വന്നു. അത് ഇവിടെയല്ല, ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലാണ് കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങോട്ട് നടന്നു.
അപ്പോൾ എനിക്ക് നല്ല കോഫി വേണമായിരുന്നു. അപ്പോൾ ഇവിടെ ഈ ഒരിടത്ത് കോഫിയും ടീയും ഒക്കെ കിട്ടും, നല്ല മസാല ചായയൊക്കെ കിട്ടും. അപ്പോൾ വന്നിട്ട് ഉമ്മായ്ക്ക് കോഫി ചായയും എനിക്ക് കോഫിയാണ് കേട്ടോ പറഞ്ഞത്. നെയ്യപ്പത്തിനും പറഞ്ഞു. ഉമ്മാക്ക് നെയ്യപ്പം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടുത്തെ ആ ഒരു ഫുഡ് കോർട്ടിൻ്റെ വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഫ്രൂട്ട് ബേക്ക് തന്നെ ഉണ്ട് ഇവിടെ. അവിടെ ജ്യൂസ് ഐറ്റംസ് മാത്രമാണ് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് വാങ്ങിച്ചു കൊടുത്തത്. അപ്പോൾ ഒരാൾക്ക് സ്നിക്കേഴ്സ് വെച്ചിട്ടുള്ളതാണ് ട്രൈ ചെയ്തത്. അപ്പോൾ രണ്ടുപേർക്കും അത് വാങ്ങിച്ചു കൊടുത്തു. ഞങ്ങൾ ഫ്രഞ്ച് ഫ്രൈസും ഉമ്മി നെയ്യപ്പം ഒക്കെ ഇരുന്ന് കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ നേരെ ഇവിടെ നിന്ന് ഇനി വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഈ ഒരു ലുലു മോളിലുള്ള വിശേഷങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. രണ്ടിടത്തും പോയി നല്ലതായിട്ട് തന്നെ അടിച്ച് പൊളിക്കാനൊക്കെ പറ്റി. നല്ല രസമാണ് ഈ ഓരോരോ എന്താ പറയണേ, യാത്ര ചെയ്യുമ്പോഴുള്ള ഓരോ മൊമെൻറ്റ്സും ഇതൊക്കെ മറക്കാൻ പറ്റാത്ത ഓരോ ഇതാണ്. കാരണം ഇടയ്ക്ക് കുറേ ഫൺ മൊമെൻറ്റ്സ് ഒക്കെ തന്നെ ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയിട്ടൊക്കെ ഉള്ളത്. അപ്പം ഈ രണ്ട് മക്കൾസും പഠിക്കാൻ പോകുമ്പം ഇതൊക്കെ ഓർത്ത് വെക്കാൻ പറ്റിയ ഏറ്റവും നല്ല മൊമെൻറ്റുകൾ തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ ഈ വ്ളോഗ്. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ കാണുന്നത് വരെ ബൈ.